രാമായണത്തിന്റെ ശീലുകൾ ഭക്തിസാന്ദ്രമാക്കുന്ന രാമായണ മാസാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. കർക്കിടകം 1 മുതൽ രാമായണ പാരായണം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഭവനങ്ങളിലും നടക്കും. രാമപുരത്തെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിനും ഭക്തിന് തിരക്കേറും. രാമായണ പാരായണവും കഥാശ്രവണവും ഭക്തിസാന്ദ്രമാക്കുന്ന രാമായണ മാസാചരണത്തിന് കർക്കിടക മാസം 1-ാം തീയതിയായ വെള്ളിയാഴ്ച തുടക്കമാവുകയാണ്. കർക്കിടകത്തിലെ തോരാമഴ പെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ വീടുകളിൽ അധ്യാത്മരാമായണം മുഴുവൻ പാരായണം ചെയ്തിരുന്നതിൻ്റെ ഓർമ്മകളുമായാണ് രാമായണ മാസാചരണവും രാമായണ പാരായണവും നടക്കുന്നത്. രാമായണ സത്സംഗങ്ങളും ഇതോടൊപ്പം നടക്കും. ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണത്തിനും അനുബന്ധ ചടങ്ങുകൾക്കുമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 1 മാസം നീളുന്ന രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ, അധ്യാത്മരാമായണ പാരായണം, ഭജന, സത്സംഗം, ആത്മീയ പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും. വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് രാമായണ പാരായണം നടത്തുന്നതും ക്ഷേത്രങ്ങളിൽ പാരായണം സംഘടിപ്പിക്കുന്നതും രാമായണ മാസത്തിലെ പതിവ് കാഴ്ചകളാണ്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ബുക്ക് സ്റ്റോളുകളിലും പുസ്തകശാലകളിലും അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ വിവിധ പതിപ്പുകൾ എത്തിക്കഴിഞ്ഞു. സാധാരണ പതിപ്പുകൾക്കൊപ്പം വലിയ അക്ഷരത്തിലുള്ളതും വ്യാഖ്യാന സഹിതവും ചിത്രസഹിതവുമായ പതിപ്പുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. രാമായണത്തിൻ്റെ പുസ്തകങ്ങൾ അത് വെച്ച് വായിക്കാനുള്ള സ്റ്റാൻഡ്, സന്ധിനാമം, എല്ലാ ഒരുക്കങ്ങളും ഇതായി. പിന്നെ ഫോട്ടോയെ പട്ടാഭിഷേകം ഫോട്ടോ അത് എല്ലാ വലിപ്പത്തിലും ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വലിപ്പവും. രാമായണം മേടിക്കാനും അത് വെച്ച് വായിക്കുന്ന സ്റ്റാൻഡ്, ഫോട്ടോയെ ഇതിനാണ് ഏറ്റവും ഈ ഒരു മാസത്തെ ചിലവ് കൂടുതൽ. സംഘടനകൾ, അമ്പലം, വീട്, പിന്നെ അതിനോടനുബന്ധിച്ച് ഈ താളമൊക്കെ കൊട്ടാനുള്ള ജാലറ, ഗിഞ്ചറ, ഇതെല്ലാം നല്ല കച്ചവടമാണ്. കർക്കിടകത്തെ വരവേൽക്കാൻ ഞങ്ങൾ എല്ലാം ഒരുങ്ങി രാമായണം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ദുരിതങ്ങളുടെയും വറുതിയുടെയും കാർമേഹങ്ങൾ ഒഴിഞ്ഞു പോകാനും മനസ്സമാധാനവും ഐശ്വര്യവും കൈവരുന്നതിനുമായാണ് രാമായണ മാസത്തിലെ രാമായണ പാരായണം നടത്തുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച രാമായണമാണ് വീടുകളിലും ക്ഷേത്രങ്ങളിലും വായിക്കുന്നത്. രാമായണ മാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ആചാരമാണ് നാലമ്പല ദർശനം. ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായി കരുതപ്പെടുന്നു. രാമപുരത്തെ നാലമ്പലങ്ങളിൽ രാമായണ മാസത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാമപുരത്തെ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദർശനം കൂടപ്പുലത്തെ ലക്ഷ്മണ ക്ഷേത്രത്തിലും അമനകരയിലെ ഭരതക്ഷേത്രത്തിലും മേദിരിയിലെ ശത്രുഘ്ന ക്ഷേത്രത്തിലും എത്തി ദർശനം നടത്തി വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് പൂർണ്ണമാകുന്നത്. ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നതാണ് രാമപുരത്തെ പ്രത്യേകത. ശ്രീരാമസ്വാമിക്ക് അമ്പുവില്ലും സമർപ്പണം, ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം, ഭരതസ്വാമിക്ക് ശംഖ സമർപ്പണം, ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നീ വഴിപാടുകൾ കഴിച്ച് ഭക്തർ ദർശന പുണ്യം നേടുന്ന കാഴ്ചയാണ് രാമപുരത്ത് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമപുരത്തെ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.